സംസ്ഥാനത്ത് കാലവർഷം എത്തിയതോടെ മഴ ശക്തമായി. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്നുണ്ടായ കെടുതിയിൽ തൃശൂരിൽ ഒരാൾ മരിച്ചു. വിവിധ ജില്ലകളിൽ മരം വീണും വെള്ളം കയറിയും ജനം ദുരിതത്തിലായി. കോഴിക്കോട് കോടികൾ മുടക്കി കോർപ്പറേഷൻ നിർമ്മിച്ച ഫുഡ് സ്ട്രീറ്റ് വെള്ളത്തിലായതോടെ വ്യാപാരികൾ പ്രതിസന്ധിയിലാണ്. മഴ ശക്തമായതോടെ കൊച്ചിയിൽ ജലജന്യ രോഗങ്ങൾ വ്യാപിക്കുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ജനങ്ങൾ ദുരിതത്തിലാണ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ റോഡിൽ മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കാരുമാത്ര സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. കൊച്ചിയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. തൃപ്പൂണിത്തറ ഇടമ്പാടത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. മഴവെള്ളം ഒഴുകിപ്പോകേണ്ട പൈപ്പ് സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചതാണ് ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആ പൈപ്പ് ഇടുന്ന സമയത്ത് അവിടെ വീടുണ്ടായിരുന്നില്ല. ഈ സുജിത്ത് എന്ന് പറഞ്ഞാൽ താമസിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഈ വെള്ളക്കെട്ട് അതിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം വന്നതായിരുന്നു. ഇത്രയും ആളുകൾ മുട്ടോളം വെള്ളത്തിൽ നിന്നിട്ട് അവന്റെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവന്റെ ഒരു കട്ട താഴ്ത്തേക്ക് ഇരുന്ന് പോയെന്ന് പറഞ്ഞുള്ള ആ ഒരു നീചമായ മനസ്സിന് ഉടമയാണ് അവൻ. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊച്ചിയിൽ ജലജന്യ രോഗം പിടിപെട്ടവരുടെ എണ്ണം 3000-ലധികമാണ്. കടവന്ത്ര, പനമ്പിള്ളി നഗർ, വൈറ്റില തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജലജന്യ രോഗം പടരുന്നത്. കോഴിക്കോട് കോർപ്പറേഷന് മുന്നിലെ ഫുഡ് സ്ട്രീറ്റ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ വ്യാപാരികൾ പ്രതിസന്ധിയിലായി. വെള്ളം കയറിയതോടെ കടകൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇപ്പൊ യോഗം വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ? യുദ്ധകാലാടിസ്ഥാനത്തിൽ വെള്ളം പറ്റിക്കാനുള്ള സംവിധാനം ആലോചിക്കണ്ടേ? ഈ യോഗം ഒന്ന് വൈകുന്നേരം വിളിച്ച് കൂട്ടി ചായയൊക്കെ കുടിച്ച് ഉഴുന്നോടൊക്കെ പിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ വെള്ളം ഒന്നും കൂടി പൊങ്ങും. ഇവിടെ ബീച്ചിൽ കൂടി വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല. മെയിൻ ബീച്ചാണ്, എത്ര ആളുകൾ വരുന്ന സ്ഥലമാണ്. കോഴിക്കോട് ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണ് അപകടമുണ്ടായി. നിർത്തിയിട്ട ഓട്ടോയുടെയും 2 ബൈക്കുകളുടെയും മുകളിലേക്കാണ് മരം വീണത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ കാറ്റോടുകൂടിയാണ് മഴ പെയ്യുന്നത്. കാസർഗോഡ് ചെർക്കളയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മഴക്കാലമായിട്ടും ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു റോഡ് ഉപരോധം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. പെരിങ്ങമല സ്വദേശി ശാരദയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീടിനുള്ളിലുണ്ടായിരുന്ന ശാരദ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കൊച്ചി.